ഹരി ഓം. 58-ാമത്തെ ശ്ലോകം നോക്കാം. വാഗ്വൈഖരീ ശബ്ദചരീ വാഗ്വൈഖരീ ശബ്ദചരീ ശാസ്ത്രവ്യാഖ്യാനകൗശലം ശാസ്ത്രവ്യാഖ്യാനകൗശലം വൈദുഷ്യം വിദുഷാം തദ്വത് വൈദുഷ്യം വിദുഷാം തദ്വത് ഭുക്തയേ നതു മുക്തയേ ഭുക്തയേ നതു മുക്തയേ. വാഗ്വൈഖരീ ശബ്ദചരീ ശാസ്ത്രവ്യാഖ്യാനകൗശലം വൈദുഷ്യം വിദുഷാം തദ്വത് ഭുക്തയേ നതു മുക്തയേ. വാക് വാക്ക്, വൈഖരി വാക് വൈഖരി എലോക്കൻസ്, വാക് പ്രയോഗ ചാതുര്യം എന്നർത്ഥം. ചില ആൾക്കാർ നല്ല നിർത്താതെ സരള കോമള ഭാഷയിൽ ഇങ്ങനെ പ്രസംഗിക്കാൻ കഴിവുള്ള ആൾക്കാരുണ്ട് അല്ലേ. എലോക്കൻറ്റ് സ്പീച്ച്, നല്ല ഒറേറ്ററി എന്നൊക്കെ പറയില്ല നമ്മൾ. എല്ലാവരെയും പിടിച്ചിരുത്തുന്ന രീതിയിലുള്ള പ്രസംഗം, വാക്കുകൾ പുറപ്പെടുവിക്കാൻ കഴിയും. ശബ്ദചരി, ചരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോ എന്നാണ്. വെള്ളത്തിൻ്റെ ഒഴുക്ക് പോലെ, വെള്ളം ഒഴുകും പോലെ വാക്കുകൾ ഇങ്ങനെ സുന്ദര പദങ്ങൾ ഇങ്ങനെ ഒഴുകി ഒഴുകി വരും. നല്ല ഒരു വാഗ്മിയുടെ ലക്ഷണമാണത്. അപ്പോൾ വാഗ്വൈഖരി, വാക്പ്രയോഗ ചാതുര്യം, ശബ്ദപ്രവാഹം, വെള്ളം ഒഴുകണ പോലെയുള്ള സരള കോമള പദങ്ങളെ ഉപയോഗിച്ച് പ്രസംഗിക്കാനുള്ള കഴിവ്, ഇതൊക്കെയുണ്ട്. ശാസ്ത്രവ്യാഖ്യാന കൗശലം, ശാസ്ത്രത്തെ വ്യാഖ്യാനിക്കാനുള്ള കൗശലം, സാമർഥ്യം, കഴിവുമുണ്ട്. വൈദുഷ്യം, വൈദുഷ്യം എന്ന് പറഞ്ഞാലോ വിദ്വത്വം, വിദ്വാൻമാരുടെ സാമർഥ്യങ്ങളൊക്കെ ഉണ്ട്. വിദുഷാം, വിദുഷാം വൈദുഷ്യം, വിദുഷാം വെച്ചാൽ വിദ്വാൻമാര്, വിദ്വാൻമാരുടെ എല്ലാ സാമർഥ്യങ്ങളും ഉണ്ട്. തദ്വത്, ഇതൊക്കെ തന്നെ എങ്ങനെയാണ്? മുൻ ശ്ലോകത്തിൽ പറഞ്ഞ പോലെ തന്നെ ഭുക്തയേ നതു മുക്തയേ, ഇത് ഭുക്തിക്ക് മാത്രമേ ഉപകാരപ്പെടുള്ളൂ, മുക്തിക്ക് ഉപകാരപ്പെടില്ല. ഇത് ശാസ്ത്രങ്ങളൊക്കെ ധാരാളം പഠിച്ചിട്ടുണ്ട്. ആ ശാസ്ത്രങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് സമർത്ഥമായി ചമൽക്കാരത്തോടുകൂടി ശ്രോതാക്കളെ പിടിച്ചിരുത്തുന്ന രീതിയിൽ പുതിയ പുതിയ വാക്കുകൾ മനോഹരമായി ഉപയോഗിച്ച് അവരെയൊക്കെ രസിപ്പിക്കാനുള്ളതായ കഴിവുണ്ട്. ശാസ്ത്രങ്ങളെ വേണ്ട പോലെ വ്യാഖ്യാനിക്കാനുള്ള സാമർഥ്യമുണ്ട്. വിദ്വാൻമാരുടെ, പണ്ഡിതന്മാരുടെ പണ്ഡിതോചിതമായിട്ടുള്ളതായ സാമർഥ്യങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം ഉണ്ട്, പണ്ഡിത്യമൊക്കെ ഉണ്ട്. പക്ഷേ ഇതുകൊണ്ട് മാത്രം മുക്തി കിട്ടില്ല. മുക്തി കിട്ടണമെങ്കിൽ അത് പറയണത് ആദ്യം പറഞ്ഞ് ആത്മസാക്ഷാത്കാരം കൊണ്ട് മാത്രമേ മുക്തിയുള്ളൂ എന്ന് പറയാൻ വേണ്ടിയാണ്. അപ്പം എത്ര വിപുലമായ ശാസ്ത്ര പഠനം ഉണ്ടായിട്ടും ഷഡ്ദർശനങ്ങളിൽ അഗാധ പാണ്ഡിത്യം നേടിയിട്ടും അതിനെ മനോഹരമായി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള സാമർഥ്യം, ആദ്യം മുതൽ അവസാനം വരെയോ അവസാനത്തു നിന്ന് ആദ്യത്തിലോ അല്ലെങ്കിൽ ഇടയ്ക്ക് ഏത് ശ്ലോകം എപ്പോഴെന്ന് വേണമെങ്കിൽ കൊട്ട് ചെയ്യാനുള്ള സാമർഥ്യം, ഇങ്ങനെയൊക്കെയുള്ള വിദ്വാൻമാരുണ്ട്, പണ്ഡിതന്മാരുണ്ട് എന്നർത്ഥം. ഗീതയിലാണെന്ന് ഏത് അധ്യായത്തിലെ ഏത് ശ്ലോകം ചോദിച്ചാൽ അപ്പോൾ അത് ഓർമ്മയെന്ന് ഓർത്തെടുക്കാൻ കഴിവ് അല്ലേ. ശങ്കരഭാഷ്യം, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എല്ലാം ശാസ്ത്രങ്ങൾ അത്രയും സ്വാധീനമാണെന്നർത്ഥം. ശാസ്ത്രം സ്വാധീനമാണെന്ന് മാത്രമല്ല, അത് മനോഹരമായി പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള സാമർഥ്യമുണ്ട്. പക്ഷേ ഇതെല്ലാം ഉണ്ടായാലും അതൊക്കെ പണ്ഡിതന്മാർക്ക് ഭുക്തിക്ക് നശ്വരമായിട്ടുള്ള സ്ഥാനമാനങ്ങളോ പേരോ പ്രശസ്തിയോ നേടാൻ മാത്രം ഉതകുന്നല്ലാണ്ട് മുക്തിക്ക് ഉതകില്ല. മുക്തി സാധിക്കണമെങ്കിലോ ഞാൻ അഖണ്ഡ ബ്രഹ്മ സ്വരൂപമാണ് എന്ന സാക്ഷാത്കാരം ആ ആശയത്തെ ഊന്നി പറയുകയാണ് ആചാര്യസ്വാമികൾ ഇതിലൂടെ ഓരോന്നിലൂടെയും ചെയ്യുന്നത്. എന്തിനാണ് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത്? ഒരു സാധകന് ശാസ്ത്ര പഠനത്തിന്റെ ആവശ്യമില്ലേ? ശാസ്ത്ര പഠനത്തിന്റെ ആവശ്യമുണ്ട്. ശാസ്ത്ര പഠനം ചെയ്യണതും അതുപോലെ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നതും ഒക്കെ അവനവന്റെ മനസ്സിലത് ഉറപ്പിക്കാൻ വേണ്ടി, ഉദയം പറയാം ലൗഡർ മനനം എന്നാണ്, ഉച്ചത്തിൽ മനനം ചെയ്യാം. അപ്പോൾ പ്രവചനം എന്തിനാണ്? മറ്റുള്ളവരെ രസിപ്പിക്കാൻ വേണ്ടിയോ
അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കയ്യടി വാങ്ങാൻ വേണ്ടിയോ അല്ലെങ്കിൽ ബഹുമതികൾ വാങ്ങാൻ വേണ്ടിയിട്ടൊക്കെ ആവാൻ പാടില്ല. ഇനിയോ അത് അവനവനിൽ ഈ ആശയം ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കണം. അല്ലെങ്കിൽ കുഴപ്പമാണ്, അതൊക്കെ ട്രാപ്പിൽ പെട്ടുപോകും ആൾക്കാർ. ബഹുമതിക്ക് വേണ്ടി, പേരിനും പ്രശസ്തിക്ക് വേണ്ടി, പോപ്പുലാരിറ്റിക്ക് വേണ്ടിയിട്ട് പണത്തിന് വേണ്ടിയിട്ട്, ഇങ്ങനെ പലതിനു വേണ്ടിയിട്ട് തൻ്റെ പാണ്ഡിത്യത്തെ ഉപയോഗിക്കുന്നു പല ആൾക്കാരും. ഈ പാണ്ഡിത്യവും അതുപോലെ അവരുടെ അതിഘോരമായിട്ടുള്ളതായ ആ പ്രഭാഷണം കേട്ട ആൾക്കാർ ഇരുന്ന് പോകും. ആൾക്കാർ മുക്തനാണെന്നൊക്കെ വിചാരിച്ചു പോകും. പക്ഷെ ആൾക്കാരതുകൊണ്ട് അവർക്ക് റെസ്പെക്റ്റ് കൊടുക്കും, പണം കൊടുക്കും, എല്ലാ സൗകര്യങ്ങളും കൊടുക്കും. പക്ഷേ തനിക്ക് സ്വന്തം ആത്മസ്വരൂപം സാക്ഷാത്കരിക്കാത്തോളം കാലം മുക്തി മാത്രം സാധ്യമല്ല എന്നർത്ഥം. അതുകൊണ്ട് അത്തരത്തിൽ ട്രാപ്പിൽപ്പെട്ട് പോകരുതെന്നവിടെ ആചാര്യനെ ഓർമ്മിപ്പിക്കുക ശിഷ്യനെ ചെയ്യുന്നർത്ഥം. ശാസ്ത്രവ്യാഖ്യാന കൗശലം, ശാസ്ത്രത്തെ എങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടത്, അതിന് പ്രത്യേക സമ്പ്രദായം ഉണ്ടെന്നർത്ഥം. അതിന് അതിൻ്റെതായ രീതിയുണ്ട് ശാസ്ത്രത്തെ വ്യാഖ്യാനിക്കാൻ, സ്റ്റെപ്പുകൾ ഉണ്ടെന്നർത്ഥം. പറയും പദച്ഛേദ, പദാർത്ഥോക്തി, വിഗ്രഹോ വാക്യയോജന, ആക്ഷേപസ്യ സമാധാനം, വ്യാഖ്യാനം പഞ്ചലക്ഷണം. 5 ലക്ഷണം ഉണ്ട് അത്രേ ശാസ്ത്ര വ്യാഖ്യാനത്തിന്. ഒരു ശ്ലോകം എടുത്താൽ പിന്നെ അതിൽ ആദ്യം ചെയ്യണം പദച്ഛേദം, വാക്കുകളെ മുറിച്ച് വാക്കുകളെ പരിചയപ്പെടുത്തുക. എന്നിട്ട് ഓരോ വാക്ക് ഏതാണ് ആദ്യം ഉപയോഗിക്കേണ്ടതൊക്കെ പറഞ്ഞു കൊടുക്കുക. പിന്നെ ആ ഓരോ പദത്തിൻ്റെ അർത്ഥം, ഓരോ വേർഡിൻ്റെ മീനിങ് പറഞ്ഞു കൊടുക്കുക. പിന്നെ വിഗ്രഹം, എങ്ങനെയാണ് ഒരു വേർഡ് ഉണ്ടായത്, അതിൻ്റെ ഡെറൈവേഷൻ, അത് എങ്ങനെയാണ്, ഏത് റൂട്ടിൽ നിന്നാണ് ഉണ്ടായത്, ഏത് ധാതുവിൽ നിന്നാണ് ഉണ്ടായത്, അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുക. വാക്യയോജന, വാക്യയോജന വെച്ചാലോ ഈ ഓരോ വാക്കുകളും എങ്ങനെയാണ് ഒരു സെന്റൻസിനെ ഫോം ചെയ്യുന്നത്, അത് ആ വാക്കുകളൊക്കെ കുറിച്ച് ഒരു വാക്യം ഉണ്ടാക്കുക, അല്ലേ? അതിനാണ് അന്വയം എന്ന് പറയും. പലയിടത്ത് കിടക്കുന്ന വാക്കുകളൊക്കെ അതിൻ്റെ ക്രമത്തിൽ ആക്കിക്കൊണ്ട് ഒരു സെന്റൻസ് ഉണ്ടാക്കുക. അപ്പോഴല്ലേ അർത്ഥം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ആക്ഷേപസ്യ സമാധാനം, അപ്പോൾ പല കേൾക്കുമ്പോൾ പല സംശയങ്ങളുണ്ടാവും. ആ സംശയങ്ങൾക്കൊക്കെ സമാധാനം കൊടുക്കുക. ഇങ്ങനെ 5 തരത്തിൽ ശാസ്ത്രത്തെ വ്യാഖ്യാനിക്കുന്ന ഇതിനുള്ള സാമർഥ്യമൊക്കെ ഉണ്ട്. അത് നല്ല പണ്ഡിതന്റെ ലക്ഷണമാണ്. അപ്പോ പാണ്ഡിത്യമല്ല ലക്ഷ്യം, ആത്മസാക്ഷാത്കാരമാണ് ലക്ഷ്യം. അതുകൊണ്ട് ഇതിൽ ഭ്രമിച്ച് തൻ്റെ പരമലക്ഷ്യമാകുന്ന ആത്മസാക്ഷാത്കാരത്തെ മറന്നുപോകരുത് എന്ന് സാധകനെ ഓർമ്മിപ്പിക്കുകയാണ് ആചാര്യസ്വാമികൾ ചെയ്യുന്നത്. നോക്കൂ, ശിഷ്യൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാൻ തുടങ്ങിയിട്ടില്ല ആചാര്യസ്വാമികൾ ഇത്രയായിട്ടും. അതിനു മുമ്പ് ശിഷ്യന് കുറച്ച് നിർദ്ദേശങ്ങൾ കൊടുക്കുക. നിനക്ക് വിശപ്പുണ്ട് വെച്ചാൽ ആഹാരം പാകം ചെയ്ത് മുമ്പിൽ കൊണ്ടുവച്ച് തരാൻ പറ്റും ഒരാൾക്ക്. ഇഷ്ടമുള്ള ഒരാൾക്ക് എത്ര സ്നേഹത്തിൻ്റെ വായിൽ വെച്ച് തരാൻ പറ്റും. പക്ഷെ അത് കഴിക്കേണ്ടത് അവനവൻ തന്നെയാണ്, അല്ലേ? ഇതുമാതിരി എത്ര മഹാനായ ഗുരു വിചാരിച്ചാലും എന്നെ സഹായിക്കാൻ പറ്റും ഒരു അളവ് വരെ ഇതൊക്കെ പറഞ്ഞു തരാൻ. പക്ഷേ സ്വന്തം അജ്ഞാനം കൊണ്ടുണ്ടായ ബന്ധനത്തിൽ നിന്നും മോചനത്തിന് വേണ്ടി അവനവൻ തന്നെ പരിശ്രമിക്കണം. സ്വപ്രയത്നത്തിൻ്റെ ആവശ്യകതയെ എടുത്തെടുത്ത് പറഞ്ഞു, അല്ലേ? നമുക്ക് കട ഉണ്ടെന്ന് വെച്ചാൽ വേറൊരാൾക്ക് കടത്തെ തീർത്തു തരാൻ പറ്റും. പക്ഷെ അവനവന് രോഗം വന്നാൽ അവനവൻ തന്നെ മരുന്ന് കഴിക്കണം. മരുന്ന് വാങ്ങിക്കൊണ്ടു തരാൻ കഴിയും, കയ്യിലെടുത്ത് തരാൻ കഴിയും, അത് അവനവൻ തന്നെ വിഴുകണ്ടേ. ഇതുപോലെയാണ് അവനവൻ്റെയാണ് ബന്ധനം. തൻ്റെ സ്വരൂപത്തെ മറന്നതുകൊണ്ടുണ്ടായ ആ ബന്ധനത്തിൽ നിന്ന് തനിക്ക് മോചനം നേടാൻ തൻ്റെ സ്വസ്വരൂപത്തിലേക്ക് തിരിച്ച് ഉണരല്, ആ പ്രക്രിയ അവനവൻ തന്നെ ചെയ്യണം എന്ന് ആചാര്യസ്വാമികൾ ഓർമ്മിപ്പിച്ചു. ആ കൂട്ടത്തിൽ ശാസ്ത്രങ്ങളുടെ ആ ബഹുളതയിൽ ഭ്രമിച്ചു പോകാൻ സാധ്യതയുണ്ട്, അല്ലേ? ഘോരമായിട്ടുള്ളതായ വാഗ്ധോരണിയിൽ പ്രസംഗത്തിലൊക്കെ ഇട്ട് ഭ്രമിച്ചു പോകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഭൗതികമായി അതിൻ്റെ ഫലമായിട്ട് കിട്ടാവുന്ന പാണ്ഡിത്യത്തിൻ്റെ സമ്മാനങ്ങളിൽ വഴി ലക്ഷ്യം മറന്നു പോകാൻ സാധ്യതയുണ്ട്. ഇതിലൊന്നും പെട്ടു പോകരുത് എന്ന് ഉപദേശം ആരംഭിക്കണേന്ന് മുമ്പേ തന്നെ ശിഷ്യന് താക്കീത് കൊടുക്കുകയാണ് ഗുരു ഇവിടെ ചെയ്യണത്. അറിയോ?